സോ ആവേശം മൂവി രാവിലെ കണ്ടു. ഞാൻ ബുക്ക് ചെയ്തത് 8 മണിക്കുള്ള ഷോയാണ്, പക്ഷേ എനിക്ക് അടിച്ചു വന്നത് 9:30-ക്കുള്ള ഷോയുടെയാണ്. അതെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 1 മണിക്കൂർ പോസ്റ്റായിട്ട് നിന്നു. ഞാൻ എന്തിനാ എൻ്റെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരെ സിനിമ റിവ്യൂയിലേക്ക് വരാം. സോ ആ വിഷമമൊക്കെ മാറിയത് തിയേറ്ററിൽ കയറിയപ്പോഴാണ്. കാരണം സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടമാണ് സിനിമ മൊത്തം. ആദ്യം മുതൽ അവസാനം വരെ ഡയറക്ടർ ക്യാമറ ഓൺ ആക്കിയിട്ട് ഫഹദിനോട് പറയാണ് തുടങ്ങിക്കോ എന്ന് പറയുന്നത്. ഫഹദ് നിന്ന് അവിടെ പെർഫോമൻസ് അറ്റ് ദ പീക്ക് എന്നൊക്കെ പറയുന്നൊരു ഐറ്റം ഇല്ല. പുള്ളി ചെയ്യുന്ന രംഗ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അതൊരു ബാംഗ്ലൂർ ബേസ്ഡ് ഗുണ്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ട്രേറ്റ്സ് പുള്ളിയിലുണ്ട്. ഇപ്പം മാരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും അങ്ങനെ കുറച്ച് ക്യാരക്ടറുണ്ട്. സോ എനിക്ക് അതുമായിട്ടൊക്കെ ഒരു സാമ്യം തോന്നി. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫഹദ് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് രംഗ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പാട്ടും ടീസറും ഒക്കെ വന്നപ്പോഴും. പക്ഷേ ഇറ്റ്സ് ഫഹദ് ഫാസിൽ, എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ പുള്ളി അതിൻ്റെ ഒരു പീക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടർ. ഭയങ്കര ലൗഡായിട്ട് ഭയങ്കര എക്സെൻട്രിക്കായിട്ടൊക്കെ അഭിനയിക്കുമ്പം ഒരു കൈയടക്കം വേണം. ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്നങ്ങ് തകർത്ത് വാരി, ഒന്നും പറയാനില്ല. ഫഹദിൻ്റെ പെർഫോമൻസ് സിനിമയെ വേറെ ലെവലിലേക്ക് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട പേരാണ് ഇതിൻ്റെ ഡയറക്ടർ ജിത്തു മാധവൻ. പുള്ളിയുടെ ആദ്യത്തെ പടം രോമാഞ്ചം, അത് ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള കഥയായിരുന്നു. ഇതും ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള കഥയാണ്. 3 പിള്ളേർ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിട്ട് അവിടുത്തെ ഒരു സീനിയേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. സോ അവരെ തിരിച്ചടിക്കാൻ വേണ്ടി ഒരു ഗുണ്ടയുടെ സഹായം തേടുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട്. അത് IMDb-യിലുള്ളതാണ്. അത് സ്പോയിലറും കാര്യങ്ങളൊന്നുമല്ല. സോ ആ ഒരു കാര്യമാണ് മൊത്തം ഫസ്റ്റ് ഹാഫ് മൊത്തം നടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. നമുക്ക് ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ് ശരിക്കും പറഞ്ഞത്. ഇത് ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു സ്ലോ ആയിട്ട് റൺ ചെയ്തെങ്കിലും ക്ലൈമാക്സിൽ ഒരു 20 മിനിറ്റ് ഉണ്ട്. എൻ്റെ പൊന്നോ, ഫഹദ് ഫാസിൽ ഫാഫയുടെ പൂണ്ട് വിളയാട്ടം അവസാനത്തെ 20 മിനിറ്റ്. അതും ഒന്നും പറയാനില്ല കൂടുതൽ. കാരണം പെർഫോമൻസ് ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ. പിന്നെ അത് കൂടാണ്ട് ഹിപ്സ്റ്റർ, മിഥുൻ, പിന്നെ മറ്റൊരു പയ്യൻ, ഞാൻ പേര് മറന്നുപോയി. 3 പേരാണ്. ആ 3 ക്യാരക്ടറാണ് സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ളത്. സോ അവരുടെ ഒരു പെർഫോമൻസിനെ ബേസ് ആയിരിക്കും ഫഹദിൻ്റെ അല്ലാത്ത പോർഷൻസും കാര്യങ്ങളൊക്കെ. സോ അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ക്യാരക്ടറൊക്കെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് എടുത്തു പറയേണ്ടതാണ് സജിൻ ഗോപ് എന്ന് പറയുന്നത് നമ്മുടെ രോമാഞ്ചത്തിലെ ചേട്ടൻ്റെ ക്യാരക്ടർ ചെയ്തത്. രോമാഞ്ചത്തിലെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ വന്നത്. പക്ഷേ സജിൻ ഗോപ് ഇപ്പോൾ ഒരു റെക്കഗ്നൈസ്ഡ് ആക്ടറായിട്ട് മാറുന്നുണ്ട്. സോ പുള്ളിയും ചെയ്ത ക്യാരക്ടർ, പുള്ളി വഴിയാണ് ഹ്യൂമറൊക്കെ ഇതിൻ്റെ അകത്ത് കുറേ കൺവേ ആകുന്നത്. സോ പുള്ളിയുടെ ഒരു ഹ്യൂമർ കാര്യങ്ങൾ ഒക്കെ തിയേറ്ററിൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ചിരിയായിരുന്നു അതിനൊക്കെ. ആ സൈഡ് പെർഫോമൻസ് ആയിട്ടൊക്കെ നോക്കുമ്പം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ മ്യൂസിക്. സുഷിൻ ശ്യാമാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു ജോണർ ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. ഒരു ഡപ്പാങ്കൂത്ത് ഐറ്റം, അതുപോലത്തെ ഒരു നമ്മൾ ഇറങ്ങിയ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഗലാട്ട, ജാട, പിന്നെ ഇല്ലുമിനറ്റി, അതുപോലത്തെ ഐറ്റങ്ങളൊക്കെ. സോ അത് ഈ സിനിമയായിട്ട് സിങ്ക് ചെയ്ത് വരുമ്പം ആക്ടിങ്, മ്യൂസിക്, അതുകൂടാണ്ട് കോറിയോഗ്രാഫി, ഫൈറ്റ് കോറിയോഗ്രാഫി, ഡയറക്ഷൻ, അതെല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു വിഷ്വൽ ട്രീറ്റാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഇരിക്കുമ്പം. കാരണം ഇതെന്താ നടക്കാൻ പോകുന്നത്, ഒരു മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ മൂഡ് വൈബിൽ കാണാൻ പറ്റിയൊരു പടമാണ് ആവേശം. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന് കണ്ടൊരു പടം കൂടിയാണ് ആവേശം. സോ നിങ്ങൾ പടം കണ്ടെങ്കിൽ പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ അടുത്ത റിവ്യൂ ആയിട്ട് ഇന്ന് തന്നെ വരാം. കാരണം ഇന്ന് മൊത്തം സിനിമ എന്തോ വെച്ചാണ് ഒരു സിനിമ സ്നേഹിയായി പോകുന്നത്. ഓക്കെ, ബൈ.